നമസ്കാരം. ഗണേശൻ പണി തുടങ്ങി കേട്ടോ. സംസ്ഥാനത്ത് ഇനി ഡ്രൈവിംഗ് ലൈസൻസ് ലഭിക്കുന്നതിനുള്ള ലേണേഴ്സ് പരീക്ഷയുണ്ടല്ലോ. ആ ലേണേഴ്സ് പരീക്ഷയിലും സമഗ്രമായിട്ടുള്ള മാറ്റത്തിന് ഒരുങ്ങുകയാണ് ഗതാഗത വകുപ്പ്. മന്ത്രിയുടെ കർശന നിർദ്ദേശം. കെ.ബി. ഗണേഷ് കുമാർ കളി തുടങ്ങിയിരിക്കുന്നു. ഇത് സംബന്ധിച്ചും സമഗ്രമായിട്ടുള്ള മാറ്റം വരുത്തണമെന്നാണ് മന്ത്രി ഗണേഷ് കുമാറിൻ്റെ അഭിപ്രായം. അദ്ദേഹം അതിനെക്കുറിച്ച് കഴിഞ്ഞ ദിവസമൊക്കെ ഇങ്ങനെ വാദോരാതെ പറയുകയും ചെയ്യുന്നുണ്ട്. ലേണേഴ്സ് പരീക്ഷാ രീതിയിൽ മാറ്റമുണ്ടാകേണ്ടതുണ്ട്. നേരത്തെ നമുക്കറിയാം, ലേണേഴ്സ് പരീക്ഷ എന്ന് പറയപ്പെടുന്ന 20 ചോദ്യങ്ങൾ വേണമെങ്കിൽ ഒരു 12 എണ്ണത്തിന് ശരി ഉത്തരം എഴുതിയാൽ ലേണിംഗ് ടെസ്റ്റ് പാസ്സാകുന്നു എന്നുള്ളതായിരുന്നു. എന്നാൽ ഇനി ചോദ്യങ്ങളുടെ എണ്ണം 20-ൽ നിന്ന് 30 ആക്കുകയാണ്. 30 ആക്കി ഉയർത്തുമ്പോൾ ഈ 30 ചോദ്യങ്ങളിൽ 25 എണ്ണത്തിന് ശരിയായിട്ടുള്ള ഉത്തരം എഴുതിയാൽ മാത്രമേ ഇനി ലേണേഴ്സ് പരീക്ഷ പാസ്സാവുകയുള്ളൂ. അങ്ങനെ ലേണേഴ്സ് പരീക്ഷ പാസ്സാകേണ്ട ഒരു സാഹചര്യം ഇവിടെ ഉണ്ട് എന്നാണ് മന്ത്രി പറയുന്നത്. വെറുതെ അങ്ങനെ എഴുതി പോകാൻ കഴിയില്ല കേട്ടോ. ഒരു ദിവസം ഒരു ഓഫീസിൽ നിന്ന് 20-ലധികം ലൈസൻസ് അനുവദിക്കരുത് എന്നുകൂടി ഇപ്പോൾ ഒരു തീരുമാനം പുതുതായിട്ട് മുന്നിൽ വന്നിട്ടുണ്ട്. ഇക്കാര്യം വ്യക്തമാക്കിക്കൊണ്ട് ഉത്തരവ് ഉടൻ പുറപ്പെടുവിക്കുമെന്ന് മന്ത്രി പറഞ്ഞു കഴിഞ്ഞു. വാഹനം ഓടിക്കുക എന്നതല്ല പ്രശ്നം, വാഹനം കൈകാര്യം ചെയ്യുക. ആ വാഹനം കൈകാര്യം ചെയ്യുക എന്നതാണ് പ്രധാനമെന്നാണ് മന്ത്രി ഗണേഷ് കുമാറിൻ്റെ വാദം. KSRTCയുടെ മേൽനോട്ടത്തിൽ സംസ്ഥാനത്ത് പുതിയ ഡ്രൈവിംഗ് സ്കൂളുകൾ അടക്കം ആരംഭിക്കുവാനുള്ള ഒരു യജ്ഞം, ഒരു നീക്കം അതുകൂടി നടക്കുന്നുണ്ട് മന്ത്രിയുടെ ഭാഗത്ത് നിന്ന്. ഇതിൻ്റെയൊക്കെ സാങ്കേതികത അത് പരിശോധിച്ച് വിശദമായിട്ടുള്ള റിപ്പോർട്ട് സമർപ്പിക്കുവാൻ വേണ്ടിയിട്ട് ഉദ്യോഗസ്ഥരോട് KSRTCയുടെ തന്നെ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായിട്ടുള്ളവർക്ക് നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. കെ.ബി. ഗണേഷ് കുമാറിൻ്റെ നിർദ്ദേശം പാലിച്ച് മുന്നോട്ട് പോകേണ്ടത് അത്യാവശ്യമാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ലല്ലോ. കാരണം കെ.ബി. ഗണേഷ് കുമാർ അല്ലെങ്കിൽ പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കും. KSRTCയിലെ വിദഗ്ധരായിട്ടുള്ള ഇൻസ്ട്രക്ടർമാരുടെ സേവനമൊക്കെ ഇപ്പോൾ ഇതിനു വേണ്ടിയിട്ട് പല പുതിയ പദ്ധതികൾക്ക് വേണ്ടിയിട്ടും ഇദ്ദേഹം വിനിയോഗിച്ചുകൊണ്ടിരിക്കുന്നു. പരിശീലന കേന്ദ്രങ്ങളിൽ ഡ്രൈവിംഗ് ടെസ്റ്റിനുള്ള സംവിധാനം ഒരുക്കുന്നുണ്ട്. ദേശീയ അന്തർദേശീയ നിലവാരത്തിലുള്ള പലതരത്തിലുള്ള ലൈറ്റ് മോട്ടോർ ഡ്രൈവിംഗ് പരിശീലനം അടക്കമുള്ളവ ഈ കേന്ദ്രങ്ങളിൽ നിന്ന് നൽകുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഇദ്ദേഹം ഇത് ആരംഭിക്കുക എന്ന് മന്ത്രി പറയുന്നുണ്ട്. ആധുനിക സംവിധാനങ്ങളോടുകൂടി ആരംഭിക്കുന്ന ഡ്രൈവിംഗ് സ്കൂളുകളിൽ ഈ KSRTCയുടെ ഡ്രൈവർമാർക്ക് വരെ അധിക പരിശീലനം നൽകുന്നതടക്കമുള്ള കാര്യങ്ങൾ പരിഗണിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഏറ്റവും കൂടുതൽ സമയം കൃത്യതയോടുകൂടിയുള്ള പരിശീലനം നൽകി ദേശീയ അന്തർദേശീയ നിലവാരത്തിലേക്ക് ഉള്ള ഒരു തരത്തിലുള്ള ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ ഡ്രൈവിംഗ്, ആ ഡ്രൈവിങ്ങിന് യോഗ്യത സൃഷ്ടിക്കുക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് എന്ന് മന്ത്രി പറയുന്നുണ്ട്. അതായത് ഇപ്പോൾ ഈ സാധാരണക്കാർക്ക് ഇപ്പോൾ വഹിക്കേണ്ടി വരുന്നതിനേക്കാൾ വളരെ കുറഞ്ഞ ചിലവിൽ പരിശീലനം പൂർത്തിയാക്കുവാൻ ഉപയുക്തമാകുന്ന തരത്തിലുള്ള KSRTCയുടെ തന്നെ ചുമതലയിൽ ഈ ഡ്രൈവിംഗ് ടെസ്റ്റുകൾ നടത്തുക. ആ ഡ്രൈവിംഗ് ടെസ്റ്റുകൾ നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഡ്രൈവിംഗ് സ്കൂളുകൾ ആരംഭിക്കുന്നതിനുള്ള വിശദമായിട്ടുള്ള സാങ്കേതിക പരിശോധനകളടക്കം നടത്തി വരുന്നതായിട്ട് ഗണേഷ് കുമാർ പറയുന്നു. അടിയന്തരമായിട്ട് ഇതിൻ്റെ റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുക എന്നും മന്ത്രി നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പുതിയ KSRTCയുടെ അണ്ടറിൽ തന്നെ പുതിയ സ്കൂളുകളടക്കം നിലവിൽ വരുമെന്നുള്ളതാണ്. നമുക്കറിയാം, സംസ്ഥാനത്ത് പുതിയ ഒരു മന്ത്രി വരുന്നു. അതിന് തൊട്ടു മുമ്പ് 2.5 വർഷക്കാലം ഭരിച്ചിരുന്ന ആന്റണി രാജുവിൽ നിന്നും വ്യത്യസ്തനായി ഗണേഷ് കുമാർ മന്ത്രിസ്ഥാനത്തേക്ക് എത്തുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കറിയാൻ കഴിയും. കാരണം ഗണേഷ് കുമാർ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരിക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത കൂടിയാണ്. പക്ഷെ കൊണ്ടുവന്ന ചില മാറ്റങ്ങൾ സാധാരണ ജനങ്ങൾക്ക് മനസ്സിലായോ, അല്ലെങ്കിൽ അവർക്കത് ഉപകാരപ്പെടുന്നതാണോ എന്നുള്ളതൊക്കെ ചില സംശയങ്ങൾ ബാക്കിയാകുന്നുണ്ട്. അത് ഈ ലൈസൻസുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങളിലാണ് അത്തരത്തിലുള്ള ഒരു അസ്വസ്ഥത നിലനിൽക്കുന്നത് എങ്കിൽ കൂടിയും ചിലത് അത്യാവശ്യമാണ് എന്നുള്ളതാണ്. അത് ഡ്രൈവിംഗ് ടെസ്റ്റ് ആണെങ്കിലും ശരി, ഡ്രൈവിംഗ് ലേണിംഗ് ടെസ്റ്റ് ആണെങ്കിലും ശരി, ഡ്രൈവിംഗ് സ്കൂളുകളുടെ പഠന രീതിയാണെങ്കിലും ശരി, ഇതൊക്കെ മാറ്റിമറിക്കേണ്ടതുണ്ട്. മാത്രമല്ല, പല മേഖലകളിലും വലിയ അഴിമതി നടക്കുന്നുണ്ട് എന്നുള്ളത് കെ.ബി. ഗണേഷ് കുമാർ എന്ന് പറയപ്പെടുന്ന മന്ത്രിയാകുന്നതിന് മുമ്പ് തന്നെ ആ MLAക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റിയ കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം മന്ത്രി പദവിയിലേക്ക് എത്തപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു സംസ്ഥാനത്ത് ഏത് നിലവാരത്തിലാണ് അഴിമതി രഹിതമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തേണ്ടത് എന്ന് അദ്ദേഹം പലപ്പോഴും ആലോചിക്കാറുണ്ട്. ആദ്യത്തെ നമുക്കറിയാമല്ലോ, അഴിമതിക്ക് കൂട്ടുനിൽക്കാത്തതിൻ്റെ പേരിൽ മന്ത്രിസ്ഥാനം ഏറ്റെടുത്ത ഒരാഴ്ച കഴിയുമ്പോൾ തന്നെ ചിലപ്പോൾ മന്ത്രിസ്ഥാനം വലിച്ചെറിയാൻ തയ്യാറായ ഒരു മന്ത്രി കൂടിയാണ് കെ.ബി. ഗണേഷ് കുമാർ എന്നുള്ളത്. ഈ സംസ്ഥാനത്ത് ഈ ഇലക്ട്രിക് ബസ്സുകളുടെ ഉപയോഗം വളരെ വലുതാണ്, അത് വളരെ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നു എന്നൊക്കെ പറഞ്ഞ അധികാരികളും ആന്റണി രാജു മന്ത്രിയും പിണറായി വിജയനും ഒക്കെ അതിനെ സപ്പോർട്ട് ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ അത് നഷ്ടത്തിലാണ് എന്ന് ആദ്യമായി പറഞ്ഞത് കെ.ബി. ഗണേഷ് കുമാർ മന്ത്രിയാകുമ്പോഴാണ്. അതിൻ്റെ ആവശ്യമില്ല, സാധാരണ ബസ്സുകൾ ഉപയോഗിക്കുന്നതാണ് നല്ലത് എന്ന് പറഞ്ഞ് കടന്നു വന്ന മന്ത്രിയാണ് കെ.ബി. ഗണേഷ് കുമാർ. അപ്പോൾ അങ്ങനെ അതിന് കൂട്ടുനിൽക്കാത്ത മന്ത്രിയെ
ഈ ഇലക്ട്രിക് ബസ്സുകൾ വാങ്ങിക്കൂട്ടുന്നതിന് കൂട്ടുനിൽക്കാത്ത മന്ത്രിയെ ഒതുക്കുക എന്നൊരു ലക്ഷ്യം പിണറായി മന്ത്രിക്കുണ്ടായിരുന്നു. പക്ഷേ അതിനൊന്നും തലവെച്ചു കൊടുക്കാതെ മാറി നിന്ന് തൻ്റെ വഴിയിലൂടെ സ്വതസിദ്ധമായ ശൈലിയിലൂടെ മുമ്പോട്ട് പോകുന്ന ഒരു വ്യക്തിത്വമാണ് കെ ബി ഗണേഷ് കുമാർ എന്ന് അദ്ദേഹം പലപ്പോഴും തെളിയിച്ചിട്ടുണ്ട്. ഇപ്പോഴും അദ്ദേഹം അത് തന്നെയാണ് തെളിയിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ആയിട്ടുള്ള ഒരു തനി വഴിയുണ്ട്. ആ തനി വഴിയിലൂടെ മാത്രമാണ് താൻ മുന്നോട്ട് പോകുക എന്നുള്ള കാര്യത്തിൽ സംശയമില്ല എന്ന്. അതുകൊണ്ട് കെ ബി ഗണേഷ് കുമാർ പറയുന്ന ഒരൊറ്റ കാര്യം, UDF പോലൊരു പ്രസ്ഥാനത്തിൽ നിന്ന് തന്നെ തള്ളിക്കളഞ്ഞപ്പോൾ തനിക്ക് അഭയം തന്ന LDF ഒരിക്കലും അദ്ദേഹം മറക്കില്ല എന്ന് പറയുമ്പോഴും അദ്ദേഹത്തിൻ്റെ മനസ്സിനകത്ത് അദ്ദേഹത്തിൻ്റെ ആയിട്ടുള്ള തനി വഴിയുണ്ട്. അതുവഴി അദ്ദേഹത്തിന് പോകണമെങ്കിൽ LDF എന്നല്ല ആര് പറഞ്ഞാലും, അഴിമതി എന്ന് പറയപ്പെടുന്നത് തനിക്ക് ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ LDF എന്നല്ല ആര് പറഞ്ഞാലും അതിന് കൂട്ടുനിൽക്കില്ല. പകരം തൻ്റെ വഴിയിലൂടെ മാത്രമേ താൻ മുന്നോട്ട് പോകൂ എന്ന് പറഞ്ഞ് ഗണേഷ് കുമാർ മുന്നോട്ട് പോകുമ്പോൾ അതിന് ചില ലക്ഷ്യങ്ങൾ കൂടിയുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കഴിഞ്ഞ ദിവസം പത്മജ വേണുഗോപാൽ BJPയിലേക്ക് പോയതടക്കമുള്ള കാര്യങ്ങളിൽ ഗണേഷ് കുമാർ സ്വീകരിച്ച നിലപാട് എന്ന് പറയപ്പെടുന്നത് ശ്രദ്ധേയവുമാണ്. അതുകൊണ്ട് LDF UDF അല്ലെങ്കിൽ CPM കോൺഗ്രസോ തനിക്ക് മുകളിലോ താഴെയോ അല്ല, തനിക്ക് പോകാൻ ഇടങ്ങൾ ബാക്കിയുണ്ട്. അദ്ദേഹത്തിൻ്റെ യാത്രയുടെ ചിലപ്പോൾ തുടക്കവും ഇനി അവസാനവും എന്ന് പറയപ്പെടുന്നത് ഈ BJP എന്ന് പറയപ്പെടുന്ന സംഘടനയിലേക്ക് എത്തിയാലും നമുക്കതിൽ അത്ഭുതപ്പെടാനില്ല കേട്ടോ. കാരണം പത്മജ വേണുഗോപാൽ BJPയിലേക്ക് പോകുന്നതിനെ ഇത്രത്തോളം ശ്ലാഘിക്കാൻ കഴിയുന്ന മറ്റൊരു മന്ത്രിയും ഒരു MLAയും ഒരു രാഷ്ട്രീയക്കാരനും വേറെ ഇല്ല. അവിടെയാണ് ഗണേഷ് കുമാറിൻ്റെ വ്യക്തിത്വം നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നത്. അദ്ദേഹം LDF ഒരേ സമയം UDF ഒക്കെ അവരുടെ മന്ത്രിസ്ഥാനങ്ങൾ വഹിച്ചിരുന്നപ്പോൾ തന്നെ മുഖ്യമന്ത്രിക്കെതിരെയും സഭയ്ക്കെതിരെയും മന്ത്രിസഭയ്ക്കെതിരെയും ഒക്കെ വളരെ നിശ്ചിതമായിട്ടുള്ള വിമർശനങ്ങൾ ഉന്നയിച്ച ഒരു വ്യക്തിത്വവും മന്ത്രിയുമായിരുന്നു ഗണേഷ് കുമാർ. അതുകൊണ്ട് തന്നെ ഇവിടെ ഇപ്പോൾ മന്ത്രി പദവിയിൽ ഇരുന്നു കൊണ്ട് തന്നെ പിണറായിക്കെതിരെ യുദ്ധം നയിക്കുന്നതിനും ഗണേഷ് കുമാറിന് മടിയില്ല. കാരണം BJPയിലേക്ക് പോകുവാനും അദ്ദേഹത്തിനൊരു മനസ്സുണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് അതിലൂടെ കരുതാം. വരും തിരഞ്ഞെടുപ്പുകളിൽ BJPയുടെ സ്ഥാനാർത്ഥിയായി ഗണേഷ് കുമാറിനെ കണ്ടാലും അത്ഭുതപ്പെടാനില്ല.